ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. മർക്കൂസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് ആണയിട്ട് പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും എന്ന് ആണയിട്ട് പറയുക. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഏത് മനോഭാവത്തോടെ നിന്നുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടതെന്ന് കർത്താവോട് പറയുക. 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്നാമത് കർത്താവ് പറയാണ്, സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. രണ്ടാമത് പറയാണ്, നമ്മൾ പ്രാർത്ഥിച്ചത് കിട്ടി എന്ന് വിശ്വസിക്കാം. മൂന്നാമത് പറയാണ്, നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം. അതായത് നിങ്ങൾക്ക് ആരോടെങ്കിലും പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അവരോട് രമ്യതപ്പെട്ടിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവിടെ പറയുകയാണ്, നിൻ്റെ മുമ്പിൽ ഒരു മലയാണെന്നിരിക്കട്ടെ, ആ മലയോട് നീ പറയുക, നീ നീങ്ങിപ്പോയി കടലിൽ ചാടാൻ പറഞ്ഞാൽ അത് നീങ്ങിപ്പോകുമെന്ന് പറയുകയാണ്, ആണയിട്ട് പറയുകയാണ് കർത്താവ്. പ്രിയമുള്ളവരെ, നമുക്കിങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പറ്റുമോ? നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുന്ന ഉദാഹരണം ആ പഴയ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഇന്നും എപ്പോഴും ഒരു പ്രസംഗത്തിൽ നമ്മൾ കേൾക്കുന്ന ഉദാഹരണമാണ് ഈ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഉദാഹരണം. മലയടിവാരത്തിൽ താമസിക്കുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും, ആ അമ്മച്ചിക്ക് ഈ മല എന്നും ഒരു പ്രശ്നമാണ്. മഴ പെയ്യുമ്പോൾ വെള്ളമെല്ലാം ഒലിച്ചു വരങ്ങുന്നു. വെയിൽ ഉദിക്കുന്നത് തന്നെ, അവർക്ക് വെയിൽ കിട്ടുന്നത് തന്നെ ഒരു ഉച്ചയാകുമ്പോഴാണ്. ഈ മല കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഇങ്ങനെ വിഷമപ്പെട്ടിരിക്കുന്ന ആ വീട്ടിലേക്ക് ഒരു ദേവദാസൻ കടന്നു വരികയാണ്. അപ്പം ആ ദേവദാസനോട് ഈ അപ്പച്ചനും അമ്മച്ചിയും പറയുന്നുണ്ട് ഈ മലയെക്കുറിച്ച്, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പം ആ ദേവദാസൻ ഈ വേദഭാഗമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും നീങ്ങിപ്പോകും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈ മലയല്ല, അതിനേക്കാട്ട് വലിയ മല നീങ്ങിപ്പോകും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഈ വേദഭാഗം ചൂണ്ടിക്കാണിക്കുകയാണ്. അന്ന് വൈകുന്നേരം ഈ അപ്പച്ചനും അമ്മച്ചിയും കൂടെ പ്രാർത്ഥിക്കുകയാണ്. അമ്മച്ചിയും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഈ മല നീങ്ങിപ്പോകണമേ, ഈ മല നീങ്ങിപ്പോകണമേ. അങ്ങനെ പ്രാർത്ഥിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പം അപ്പച്ചൻ ക്ഷീണിച്ചുറങ്ങി. അമ്മച്ചി പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാവിലെ ഏറെ ആയപ്പോൾ എപ്പോഴും അമ്മച്ചിയും കിടന്നുറങ്ങി. അതിരാവിലെ എഴുന്നേറ്റ് അപ്പച്ചൻ വാതിൽ തുറന്നിട്ട് ആ മല നിന്ന ഭാഗത്തേക്ക് നോക്കി. എന്നിട്ട് അകത്തേക്ക് നോക്കി ഭാര്യയെ വിളിച്ചു, എടി അന്നാമ്മ ഓടി വന്നേ, ഓടി വന്നേ എന്ന് പറഞ്ഞു. അന്നാമ്മ ഓടി വന്നപ്പോൾ ആ മല നിൽക്കുന്ന ആ ഭാഗത്തേക്ക് കൈ ചൂണ്ടി അപ്പച്ചൻ പറയുകയാണ്, എടി ആ മല അവിടെ തന്നെ ഉണ്ടല്ലോ, പ്രാർത്ഥിച്ചിട്ട് മല എങ്ങ് നീങ്ങിപ്പോയില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പം ഈ അമ്മച്ചി പറയുകയാണ്, എനിക്ക് അന്നേരമേ അറിയാമായിരുന്നു ഈ മലയൊന്നും നീങ്ങിപ്പോകാൻ പോകുന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കത്തേ ഉള്ളൂ, ഒരു മലയും എങ്ങും നീങ്ങിപ്പോകത്തില്ല എന്ന് നമുക്കറിയാം എന്ന് പറയുകയാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇങ്ങനെ ഒരു സംശയം കൊണ്ടാണ്. കിട്ടുമോ കിട്ടത്തില്ലയോ, മാറിപ്പോകത്തില്ലയോ, ഇത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എവിടെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക? സത്യത്തിൽ ഈ മലയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നീങ്ങിപ്പോകുമോ? അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉടൻ നീങ്ങിപ്പോകുവാനാണെങ്കിൽ നമ്മുടെ പ്രശ്നമുള്ള മലകളും ചൂരൽ മഴ പോലെ എന്തും പ്രാർത്ഥിച്ചാൽ അങ്ങ് നീങ്ങിപ്പോകും അല്ലേ? അപ്പോൾ ആ സത്യത്തിൽ ദൈവം ഈ വചനഭാഗത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത് അത് ആലങ്കാരികമായിട്ട് എടുത്താൽ മതി. മല പോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് പ്രതിസന്ധി പോലും നീ പ്രാർത്ഥിച്ചാൽ അത് മാറിപ്പോകുമെന്നാണ് പറയുന്നത്. അത് മല പോലെ നിൽക്കുന്ന, അത് ഒരു കടബാധ്യത ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള ആ ചിന്ത, ആ മല പോലെ നിൽക്കുന്ന ആ ചിന്ത, ആ ഭാരം, അത് നീ പ്രാർത്ഥിച്ചാൽ മാറിപ്പോകും. നിന്റെ രോഗമാകുന്ന വലിയ മല നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്, നീ പ്രാർത്ഥിച്ചാൽ അത് മാറിപ്പോകും. അതുപോലെ ഇങ്ങനെ പർവ്വതാകാരമായ ഏത് പ്രതിസന്ധിയും നിന്റെ മുമ്പിൽ ഉണ്ടായാലും നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് നീങ്ങിപ്പോകും എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് മാറിപ്പോകും. ഒരുപക്ഷെങ്കിൽ ആ പ്രശ്നങ്ങൾ, ആ മലയല്ല ഉദ്ദേശിക്കുന്നത്, മല പോലെ നിൽക്കുന്ന അതുപോലെ പർവ്വതാകാരമായ ഏത് പ്രശ്നങ്ങളായാലും അത് മാറിപ്പോകുമെന്ന് കർത്താവോട് പറയുന്നത്. ഒരു സ്ഥലം മാറി വന്ന ഒരു ഇടവക വികാരിയച്ഛന് തൻ്റെ ഇടവക സന്ദർശിക്കാം. ഇടവക ഇങ്ങനെ സന്ദർശിക്കുമ്പോൾ മഴക്കാലമാണ്. ഇങ്ങനെ സന്ദർശിക്കുമ്പോൾ ഈ പാറക്കെട്ടുള്ള ഒരു കുന്നിൻ ചെരുവിൽ താമസിക്കുന്ന ഒരു കുടുംബം, ആ ഇടവകയിലെ ഒരു കുടുംബമാണ്. അപ്പോൾ അവിടെ ഈ അച്ഛനോട് കയറി ചെല്ലുമ്പം 2 ചെറിയ മുറികളുള്ള ഓടിട്ട ഒരു വീടാണ്.
തിണ്ണ പോലുമില്ല, അടുക്കളയേ ഉള്ളൂ. അപ്പോൾ അവർ അവിടെ താമസിക്കുക. അപ്പോൾ ഈ മഴയൊക്കെ വന്ന സമയത്ത് ഈ അവരുടെ ആ കിഴക്കേ ആ വീടിൻ്റെ ആ തറയും പകുതി ഭിത്തിയോളം ഈ മലയിൽ നിന്ന് ഒലിച്ചിറങ്ങി വന്ന മഴവെള്ളവും കല്ലും ചെളിയും ഒക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുക. ഏത് പെട്ടെന്ന് ഏതവസ്ഥയിലും എപ്പോൾ വേണമെങ്കിലും ഈ വീട് മറിഞ്ഞു വീഴാം. അങ്ങനെയുള്ളൊരു സ്ഥിതി നിൽക്കുകയാണ്. അങ്ങനെ വിഷമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛന് പറഞ്ഞു, നമുക്ക് നോക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഇവർക്കൊരു ഒന്നുകൂടെ നല്ല സ്ഥലത്തേക്ക് മാറി ഒരു വീട് വെക്കുവാനോ സ്ഥലം വാങ്ങിക്കുവാനോ ഒരു സാമ്പത്തിക ശേഷി ഇല്ലാതാൻ. അപ്പോൾ അവരിങ്ങനെ വിഷമിച്ച് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം എന്നെല്ലാം പറഞ്ഞ് അവരോടും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ ഇറങ്ങിപ്പോയി. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ വീട്ടിലേക്ക് 2 പേര് കയറി വരികയാണ്. കയറി വന്ന് അവർ ഒരു പരിചയപ്പെടുത്തി, ഞങ്ങൾ ഇന്ന സ്ഥലത്തു നിന്ന് വരികയാണ്. ഈ പാറ കെട്ട് ഞങ്ങൾ ആ ഉടമസ്ഥനോട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഗവൺമെൻറ് അംഗീകാരത്തോടു തന്നെ ഒരു പാറമട തുടങ്ങാനുള്ള പരിപാടിയാണ്. ഈ പാറമട ഞങ്ങൾ പൊട്ടിക്കുമ്പം നിങ്ങൾക്കിവിടെ പ്രശ്നം വരും. അതുകൊണ്ട് നിങ്ങൾക്ക് സമ്മതമാണോ? ഈ വീടും സ്ഥലവും ഞങ്ങൾ വാങ്ങിക്കാം. അതിന് പകരം നിങ്ങൾക്ക് നല്ലൊരു വീട് കുറച്ചുകൂടെ നല്ല സ്ഥലത്ത്, ഇന്ന സ്ഥലത്ത് വെച്ച് തരാം. നല്ലൊരു വാർപ്പ് കെട്ടിടമായിരിക്കും. അത് 3 മുറിയും ഒരു അടുക്കളയും ഒരു ചെറിയൊരു ഹാളും ഒക്കെ ഉള്ളൊരു വീട് നിങ്ങൾക്ക് തരാം. 5 സെൻറ്റ് സ്ഥലത്താണ് എന്ന് പറയുകയാണ്. അപ്പം അവർ ഈ വീടുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വലിയൊരു വീടാണവർ. അപ്പോൾ അതുമല്ല, റോഡ് സൈഡിലുള്ള ഒരു വീട്, അപ്രോച്ച് റോഡ്, വലിയ മെയിൻ റോഡ് അല്ലെങ്കിലും ഹൈവേയോട് ചേർന്ന ഒരു അപ്രോച്ച് റോഡിനോട് ചേർന്നുള്ള വീടാണ്. അപ്പോൾ അവർ സമ്മതിച്ചു. ഇത് അച്ഛനോട് പറഞ്ഞു. അച്ഛന് സന്തോഷമായി. ഗവൺമെൻറ് അംഗീകാരത്തോടുകൂടി തുടങ്ങുന്ന ഒരു പാറമടയ്ക്ക് വേണ്ടിയുള്ള അതിൻ്റെ ഒരു പ്ലാനാണ്. അതിൻ്റെ പ്ലാനുമായിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ വരിക. അപ്പം അവിടെ പിന്നെ അവർ വീടൊക്കെ വെച്ച് കൊടുത്ത് ഒരു 8 മാസം കൊണ്ട് മാറി അവർ സുഖമായിട്ട് ജീവിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇതാണ് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന അനുഭവം. ആ മല മാറിപ്പോകുന്നില്ല, പക്ഷെങ്കിൽ മല പോലെ നിന്ന പ്രശ്നം അവിടെ ദൈവം ഇടപെട്ട് മാറ്റിത്തരികയാണ്. പ്രിയമുള്ളവർ, ഇതാണ് നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നത് കിട്ടി എന്ന് വിശ്വസിക്കണം. മൂന്നാമത്, നമുക്ക് ആരോടെങ്കിലും പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അവർ രമ്യതപ്പെടണം. എല്ലാം പ്രാർത്ഥിച്ച എല്ലാം കിട്ടണമെന്നില്ല. പ്രാർത്ഥിച്ച എല്ലാം കിട്ടാത്തതിൻ്റെ കാരണം ഒരുപക്ഷേ നമ്മുടെ വിശ്വാസമില്ലായ്മയായിരിക്കാം. നമ്മൾ സംശയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. അത് ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് തന്നെ ദോഷം വരും എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണ് ദൈവം തരാത്തത്. നമുക്കറിയാം, നമ്മളെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ, ഈ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ഒരു കറിക്കരിയുന്ന കത്തി കണ്ടാൽ പറയും, എനിക്കത് വേണമെന്ന് പറഞ്ഞ് കരയും. ആ കുഞ്ഞിന് അറിയത്തില്ല എന്താണ്. അപ്പോൾ അവൻ ആവശ്യപ്പെടും. ഇങ്ങനെ കരയുമ്പോൾ നമ്മൾ ആ കത്തി എടുത്ത് കുഞ്ഞിൻ്റെ കൊടുക്കാറുണ്ട്. കാരണം കുഞ്ഞ് ആവശ്യപ്പെടുകയാണ്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ദോഷം വരും, അവന് കൈ മുറിയും കാലും മുറിയും. അതുകൊണ്ട് നമ്മൾ കൊടുക്കത്തില്ല. ഇതുപോലെ തന്നെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾക്ക് അത് ഇഷ്ടമുണ്ടായിരിക്കും, അത് വേണമെന്ന് പറയുമ്പോൾ ദൈവത്തിനറിയാം. അതുകൊണ്ട് നമുക്ക് ചില പ്രശ്നങ്ങൾ വരും. നമുക്ക് ഇന്ന വലിയ കാറ് വേണം, വലിയ ഇത് വേണമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷേ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടായിരിക്കാം തരാത്തത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ തിന്മ വരും, അതുകൊണ്ടായിരിക്കാം നമുക്ക് തന്നെ ദോഷം വരും, അതുകൊണ്ടായിരിക്കാം തരാത്തത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്ന എല്ലാം കിട്ടണമെന്നില്ല. എന്നാൽ നമുക്ക് ആവശ്യമുള്ളത് ദൈവം തരും. അതിന് യാതൊരു സംശയമില്ല. നിങ്ങൾ രോഗങ്ങളായിക്കോട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ നീങ്ങിപ്പോണമെന്ന് പറഞ്ഞാൽ അത് ദൈവം തമ്പുരാൻ അതിന് പ്രതിവിധി ഉണ്ടാകും. അതുപോലെ മല പോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് പ്രതിസന്ധി ആയാലും ശരി, അതെല്ലാം നീങ്ങിപ്പോകും. 3 കണ്ടീഷനാണ്. ആദ്യമേന്ന് അവിടെ നീ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. രണ്ടാമത് പറയാണ്, പ്രാർത്ഥിച്ചത് കിട്ടി എന്ന് വിശ്വസിക്കണം. മൂന്നാമത്, നിനക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരോട് രമ്യതപ്പെടണം. നിരപ്പിൻ്റെ അനുഭവം വരണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാം കിട്ടിയെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആ ദൈവം പ്രാർത്ഥിച്ചാൽ നമ്മളെ കണ്ണീരിനെ മറികടക്കാത്ത ആ ദൈവമാണ്. ആ ദൈവം എല്ലാം തരും. ആ ദൈവത്തിൽ വിശ്വസിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.